ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആഗമനകാലത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ഈശോനാഥൻ മനുഷ്യരുടെ ഒരു കാവഡ്യം നിറഞ്ഞ ഇടപെടലിനെ കുറിച്ച് വിമർശിക്കുകയാണ്. ഈശോ പറയുന്നത് ഇങ്ങനെയാണ്: ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? ചന്തസ്ഥലത്തിൽ നിന്ന് കൂട്ടുകാരെ വിളിച്ച്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതിയെങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ വിലാപഗാനം ആലപിച്ചെങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമാനമാണ് ഈ തലമുറ. പരാതിയാ. ഞങ്ങള് ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്, അതിനൊത്ത് നിങ്ങൾ നിൽക്കുന്നില്ല. പരാതി. അപ്പോ നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനാണ്, അല്ലാതെ ഞങ്ങളുടെ ഇഷ്ടത്തിനല്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇത് വ്യക്തമാക്കാം. നമുക്കിതൊരു വ്യക്തതയില്ലാത്തൊരു ഒരു വാക്യമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഇതിൽ വ്യക്തത വരുന്നത് ഈശോ തൊട്ടടുത്ത് പറയുന്ന രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. വ്യക്തത വരുത്താൻ വേണ്ടി ഈശോ പറയുന്ന കാര്യം ഇതാണ്: യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനായി വന്നു, അവൻ പിശാച് ബാധിതനാണെന്ന് അപ്പോൾ നിങ്ങൾ പറഞ്ഞു. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനായി വന്നു, അപ്പോൾ അവർ പറയുന്നു, ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യനെന്ന്. അങ്ങനെ ഈ കമന്റ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാഴ്ചക്കാരന്റെ കമന്റ് കൊണ്ടല്ല ജ്ഞാനം നീതീകരിക്കപ്പെടാൻ പോകുന്നത്. ആ കാഴ്ചക്കാരൻ കാണുന്ന കാര്യത്തിനപ്പുറം ദൈവത്തിന് യോജിച്ചൊരു പ്രവൃത്തി നടക്കുന്നുണ്ട്. ആ പ്രവൃത്തിയാലാണ് ജ്ഞാനം നീതീകരിക്കപ്പെടാൻ പോകുന്നത്. ജ്ഞാനം നീതീകരിക്കപ്പെടുന്നത് അവന്റെ പ്രവൃത്തിയാലാണ്. അതാണ് ഈശോ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന വാക്യം. എങ്കിലും ജ്ഞാനം അതിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു. കാഴ്ചക്കാരന്റെ കമന്റിലൂടെ അല്ല ഒരാളുടെ ജീവിതം നീതീകരിക്കപ്പെടാൻ പോകുന്നത്. അയാളുടെ ജ്ഞാനം കൊണ്ട് അയാൾ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെയാണ് ആ ജ്ഞാനം നീതീകരിക്കപ്പെടാൻ പോകുന്നത്. അപ്പൊ അതൊരു വ്യക്തതയുള്ള, ആരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ആ കാര്യത്തിന് കൃത്യമായിട്ടുള്ളൊരു ബോധ്യം നമുക്കുണ്ട്. ക്രിസ്തുവിന്റെ ഇടപെടലാണെന്നുള്ള ബോധ്യമുണ്ട്. ക്രിസ്തുവിന്റെ മൂല്യത്തിന് നിരക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നുള്ള ബോധ്യമുണ്ട്. ഈ ബോധ്യങ്ങളോട് കൂടി ഒരാൾ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിനകത്ത് കൃത്യമായിട്ടും ഒരു ആ കാര്യങ്ങൾ കൃത്യമായിട്ടും നീതീകരിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. പക്ഷെ മറിച്ച് ഇതിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ അത് നീതീകരിക്കപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മള് ഒന്നാമത് സ്നാപയോഹന്നാനെ കുറിച്ചാണ് പറയുന്നത്, രണ്ടാമത് ഈശോയെ കുറിച്ചാണ് പറയുന്നത്. ഈ സ്നാപയോഹന്നാൻ നീതിയുടെ മനുഷ്യനാണ്. അയാളെ കുറിച്ച് ഹെറോദോസ് പേടിച്ചിരുന്നു എന്ന് പറയുന്ന ഭാഗം പറഞ്ഞിട്ട് സുവിശേഷം രേഖപ്പെടുത്തി ഇങ്ങനെയാണ്: ഹെറോദോസ് സ്നാപകനെ പേടിച്ചിരുന്നു, കാരണം ഹെറോദോസ് അയാളെ കണ്ടിരുന്നത് ഒരു നീതിമാനായിട്ടായിരുന്നു. സ്നാപകൻ ഒരു നീതിമാനും വിശുദ്ധനുമായ മനുഷ്യനാണെന്ന് ഹെറോദോസിന് ബോധ്യമുണ്ടായിരുന്നുകൊണ്ടാണ് ഹെറോദോസ് സ്നാപകനെ പേടിച്ചത്. അപ്പം സ്നാപകൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നീതിയുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ ജനം കണ്ടുകൊണ്ടിരിക്കുന്നത് അയാളുടെ ഒരു പിശാചുബാധിതനായിട്ടാണ്. സ്നാപകന്റെ ജ്ഞാനം നീതിബോധമാണ്. ആ നീതിബോധമുള്ള ജ്ഞാനത്താൽ സ്നാപകൻ ചില കാര്യങ്ങൾ സമൂഹത്തോട് വിളിച്ചു പറയുന്നുണ്ട്, ചില കാര്യങ്ങൾ രാജാവിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അത് തിരുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ സമൂഹവും രാജാവും ഈ നീതിക്ക് വേണ്ടിയുള്ള ഈ സ്നാപകന്റെ വാക്കുകളെ ശ്രവിക്കാതെ പകരം സ്നാപകന് പിശാചുബാധയാണെന്ന് പറയാൻ തുടങ്ങിയാണ്. അവർക്ക് ബോധ്യപ്പെടുന്നില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവാചക വചനങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ്. അവരുടെ ജീവിതത്തെ കീഴ്മേൽ മറിക്കുന്ന ചില കാര്യങ്ങളാണ്. അവരുടെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുന്ന ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് അവര് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളെ അങ്ങ് പിശാചുബാധിതനാക്കി. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ കുറച്ചും കൂടി ആത്മാക്കളെ നേടാൻ വേണ്ടിയും പാവികൾ നേടാൻ വേണ്ടിയും കടന്നു വരുന്ന ഈശോ എല്ലാവരോടും ഒപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയൊക്കെ ചെയ്ത് വളരെ സന്തോഷത്തിന്റെ ഒരു രീതിയിൽ പോകുന്നുണ്ട്. ഈശോന്റെ കരുണ അങ്ങനെയാണ് ഒഴുകുന്നത്. ഈശോന്റെ കരുണ കൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെ യേശുവിന്റെ ശത്രുക്കൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഇവൻ ഈ പാപികളുടെ കൂട്ടുകാരനായി നിലനിൽക്കുന്നു, തിന്നും കുടിച്ച് നടക്കുകയാണ് എന്നൊക്കെ ഒരു നെഗറ്റീവ് സൈഡാണ്, നെഗറ്റീവ് ഷെയ്ഡാണ് അവർക്ക് പിടികിട്ടുന്നത്. കാരണം കരുണയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈശോ ചെയ്തുകൊണ്ടിരിക്കുന്ന കരുണയുടെ ചേർത്ത് പിടിക്കലുകളെല്ലാം അവർ നെഗറ്റീവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങളായതുകൊണ്ട് ഈശോ കുഴപ്പക്കാരനായി മാറി. സ്നാപകൻ കുഴപ്പക്കാരനാണ്, അവൻ പിശാചുബാധിതനാണ്,
ഈശോയുടെ പ്രശ്നത്തെ അവർ പറയുന്നത്, മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനായി വന്നു. അപ്പോൾ അവൻ പറയുന്നു, ഇതാ ഭോജനപ്രിയനും വീഞ്ഞു കുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ. അവനാള് പെശകാണ്, അവൻ അവരുടെ കൂടെ തിന്നും കുടിച്ച് നടക്കുകയാണ്. നെഗറ്റീവ് ഷെയ്ഡാണ് അവർ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഈശോയുടെ കരുണയെയോ സ്നാപകന്റെ നീതിബോധത്തെയോ അവർ കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മള് പുൽക്കൂട്ടിൽ ജനിക്കുന്ന ഉണ്ണിയേശുവിനെ തന്നെ കൊല്ലാൻ വരുന്ന ഒരു ദുഷ്ടനായ രാജാവായി കണ്ടതുകൊണ്ടാണ് ഹെറോദോസ് ആ കുഞ്ഞുങ്ങളെ മൊത്തം കൊന്നുകളയായിട്ട് ആവശ്യപ്പെടുന്നത്. ഈ പറഞ്ഞ രീതിയിൽ നെഗറ്റീവ് ഷെയ്ഡ് അയാൾ കാണുന്നത്. താനൊരു ദുഷ്ടനാണ്, അതുപോലെ ദുഷ്ടനായ ഒരു രാജാവ് ഒരു കുഞ്ഞായി ജനിച്ചിരിക്കുന്നു, അയാൾ വളർന്നു വന്നു കഴിഞ്ഞാൽ എന്നെ കൊല്ലാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അവനെ കൊല്ലണം. ഇതാണ് ഹെറോദോസ് ചിന്തിക്കുന്നത്. പക്ഷെ ജ്ഞാനികൾ, പൂജ രാജാക്കന്മാരെന്നൊക്കെ നമ്മൾ പറയുന്നത്, ജ്ഞാനികൾ കൃത്യമായിട്ട് അവർക്ക് ബോധ്യമുണ്ട് ഇവൻ ജനതകളുടെ രക്ഷയ്ക്കായി കടന്നു വന്നിരിക്കുന്ന രാജാവാണ്. അതുകൊണ്ടാണ് അവർ വന്ന് ആരാധിച്ചു എന്ന് പറയുന്നത്. ആരാധിച്ചു. അപ്പോൾ ക്രിസ്മസിന്റെ പശ്ചാത്തലം നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന കാഴ്ചപ്പാട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. രണ്ട് തരം ഹെറോദോസ് രാജാവാണ്, ഈ ജ്ഞാനികൾ എന്ന് പറയുന്നതിന് രാജാക്കന്മാരായിട്ട് നമ്മൾ കാണുന്നത്, പൂജ രാജാക്കന്മാരാണ് നമ്മൾ പറയുന്നത്. ഇവര് ഈ രണ്ട് തരം രാജാക്കന്മാരായിട്ട് നമ്മൾ കാണുന്നത്. ഒരാൾ നെഗറ്റീവ് ഷെയ്ഡിലാണ് ഈ ഉണ്ണിയേശുവെ കാണുന്നത്, മറ്റവര് രക്ഷയുടെ പോസിറ്റീവ് ഷെയ്ഡിലാണ്, പോസിറ്റീവ് ലൈറ്റിലാണ് ഈശോയെ കാണുന്നത്. ഇങ്ങനെ നമുക്ക് ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയൊക്കെ നമ്മൾ ഏത് ഷെയ്ഡിലാണ് വായിക്കാൻ പോകുന്നത്? അതൊരു നെഗറ്റീവ് ഷെയ്ഡിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ പറയും നമ്മളെ തിരുത്താൻ നീതിയുടെ ഇടപെടലുകളെയും നമുക്ക് ചുറ്റുമുള്ള കരുണയുടെ ഇടപെടലുകളെയും ഒക്കെ നമ്മൾ കുറ്റം വിധിക്കത്തേ ഉള്ളൂ. അയാളെന്ത് അങ്ങനെ പെരുമാറുന്നത്? അയാളെന്തിന് അങ്ങനെ സംസാരിക്കുന്നത്? നമുക്ക് പിടികിട്ടുന്നില്ല. പക്ഷേ ക്രിസ്തുവിന്റെ മൂല്യങ്ങളോട് ചേർത്ത് വെച്ച് അതിനെ വായിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് പിടികിട്ടും അയാൾ പറഞ്ഞാൽ ശരിയെന്നുള്ളത്. നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ പിടികിട്ടും. നമ്മൾ ചില വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, നമ്മൾ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെന്താ നമ്മളങ്ങനെ ഒരാളെ കുറ്റം പറയുക, പക്ഷെ കുറ്റം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അയാളിത് പറയുന്നതിന് പിന്നിലൊരു നീതിബോധമുണ്ട്, അല്ലെങ്കിൽ കരുണയുണ്ട്, ക്രിസ്തുമൂല്യമുണ്ട്, ആ ഒരു ക്രിസ്തു ചൈതന്യത്തിന്റെ വാക്കുകളുണ്ട്. അത് നമുക്ക് പിടികിട്ടാത്തതിന്റെ പേരിൽ നമ്മൾ അയാളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ കാഴ്ചപ്പാടുകളെ മാറ്റാൻ വേണ്ടിയുള്ളൊരു സുവിശേഷമാകുമ്പോൾ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. ക്രിസ്മസ് പ്രകാശത്തിന്റെ തിരുനാൾ കൂടിയാണ്. ഒരു നക്ഷത്ര വിളക്ക് തെളിഞ്ഞതിൽ തുടങ്ങുന്നതാണ് ക്രിസ്മസ് രാവിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. പുൽക്കൂട്ടിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ആ നക്ഷത്രത്തിന്റെ വെട്ടം നോക്കിയുള്ള യാത്രയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കാഴ്ചപ്പാടും ക്രിസ്തു ചൈതന്യത്താൽ തെളിഞ്ഞു കിട്ടാനും തിളങ്ങി നിൽക്കാനും വേണ്ടിയുള്ള ഒരു ക്ഷണമാണ് ക്രിസ്മസ്. നമ്മളിങ്ങനെ നെഗറ്റീവ് ഷെയ്ഡോടുകൂടി മാത്രം ചുറ്റുപാടുകളെ വായിച്ചെടുക്കാനും വിധിക്കാനും തുടങ്ങുന്നതിന് ഒരു തിരുത്താണ് ക്രിസ്മസ് നമുക്ക് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ വെട്ടമുള്ള കണ്ണുകൾ കൊണ്ട്, ക്രിസ്തു ചൈതന്യത്തിൻ്റെ വെട്ടമുള്ള കണ്ണുകൾ കൊണ്ട് നമുക്ക് ചുറ്റുപാടുമുള്ളവരെ വായിക്കാനും മനസ്സിലാക്കാനും വിധിക്കാതിരിക്കാനും അതിലെ നന്മ മനസ്സിലാക്കാനുമുള്ള കൃപയാണ് നമുക്ക് വേണ്ടത്. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.